കാട്ടിൽ കൊടുങ്കാട്ടിൽ പുൽപ്പടപ്പിൽ ഒരു കൊച്ചു വീട്. നിങ്ങൾ കേട്ടില്ലയോ, ചേട്ടനും അനിയത്തിയും കൂടെ ക്രീം ബിസ്ക്കറ്റിലെ ക്രീമിനെ വഴക്കിട്ടിട്ടാ ഇന്നലെ വയനാട്ടിൽ വന്ന്. പിന്നെ കൽപ്പറ്റ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന ആ ഷാഫി പറമ്പിൽ കിൻഡർ ജോയ് മേടിച്ചു കൊടുത്താൽ സമാധാനപ്പെടുത്തിയെന്നാ കേട്ടത്. ഇതിപ്പോ ഇച്ചിരി വൈകിപ്പോയി, എന്നാലും തറക്കല്ലിട്ടല്ലോ. പക്ഷെ എനിക്കുള്ള ഒരു സംശയം എന്താന്ന് വെച്ചാൽ, ബാക്കി പദ്ധതിയെ പോലെ ഇവന്മാരെല്ലാരും കൂടെ തറക്കല്ലിടും, സംസ്ഥാന സർക്കാർ പൂർത്തീകരിക്കും. അങ്ങനെ എങ്ങാണോ ആവുമോ ഇതും? ഞാനീ കൽപ്പറ്റ ടൗണിൽ പോയായിരുന്നു. സർക്കാരിന്റെ ടൗൺഷിപ്പാണ്, നല്ല സൗകര്യമാണ്. കൽപ്പറ്റ ടൗണിൽ തന്നെ സെന്റിന് 4-5 ലക്ഷം രൂപ വരുന്നത്, 1100 സ്ക്വയർ ഫീറ്റ്, നല്ല സുഖസുന്ദരമായ വീട്, ഭയങ്കര അടച്ചുറപ്പില്. UDF ലേറ്റ് ആയിട്ട് വന്നപ്പോ ഞാൻ കുറെയൊക്കെ അങ്ങ് പ്രതീക്ഷിച്ച്. പക്ഷെ ഇവര് ആ പടിഞ്ഞാറത്തറയിലോ കമ്പളക്കാടോ ഒന്നും വീട് കൊടുക്കാതെ UDF-കാരന്മാരെല്ലാം, നേതാക്കന്മാരെല്ലാരും കൂടെ ജീപ്പ് വിളിച്ചങ്ങ് വടുവഞ്ചാലി കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് സഞ്ചരിച്ച് കാട്ടി ചെന്നിട്ട് ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? ഇനി പ്രിയങ്കാജി പറഞ്ഞതുപോലെ വീട് വെച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളവർ സർക്കാരിന് പൈസ കൊടുക്കാതെ സ്വന്തമായിട്ട് വീട് വെച്ചു കൊടുത്താൽ പോരെ? ഇതിപ്പോ അങ്ങനെ എങ്ങാനും ചെയ്തായിരുന്നെങ്കിലോ ആരെങ്കിലും. സർക്കാർ കൊടുത്ത വീട് കണ്ട അടച്ചുറപ്പുള്ള വീട് സമയത്ത് കൊടുത്തു എന്നുള്ള ഒരു ആശ്വാസത്തിലെങ്കിലും ഇരിക്കാം. സോ ചോയ്സ് ഈസ് യോഴ്സ്. ലേറ്റായി വന്ന് തറക്കല്ലിട്ടിട്ട് പോയവർ വേണോ, അതോ ലേറ്റസ്റ്റ് സൗകര്യമുള്ള വീട് കൊടുത്തവർ വേണോ? ബൈ.